ആണുങ്ങൾ എപ്പോഴും മെയിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഹീറോ ഓറിയൻറ്റഡ് സിനിമ കാണാനാണ് ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആക്ട്രസസിനോട് ഭയങ്കര പുച്ഛമാണ്. നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ എത്ര പേര് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ പോയി കാണും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും എല്ലാം ഹീറോ ഓറിയൻറ്റഡ് ആണ്. ഒരു നല്ലൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ വന്നു കഴിഞ്ഞാൽ എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമെന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാനാണ്. പക്ഷേ മമ്മൂക്കയെ വെച്ചല്ല ഞാൻ ഫസ്റ്റ് ഫിലിം ചെയ്യാണ്ട് എൻ്റെ ആഗ്രഹം. എനിക്കൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആക്ഷൻ ഫിലിം ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കിൽ ബില്ല് പോലത്തെ അതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും എല്ലാം ഹീറോ ഓറിയൻറ്റഡ് ആണ്. ഒത്തിരി കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫീമെയിൽസിന് പിന്നെയും കഥകൾ എഴുതാൻ കൊള്ളാം, കഥകൾ പറയാനായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കിൽ ബില്ല് പോലത്തെ ഒരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് നിർമ്മാതാക്കളെ കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം തന്നെ വന്നിട്ടുമുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി മറ്റ് ഫിലിം ഇൻഡസ്ട്രീസ് ഒക്കെ എടുക്കുമ്പോൾ മലയാളത്തിലാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ അവിടെ എല്ലാം തന്നെ സ്ത്രീകളുടെ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള പേഴ്സണൽ സ്ട്രഗിൾസ് എപ്പോഴും ആ വൾണറബിലിറ്റിക്ക് അപ്പുറത്തായിട്ട് ഒരു സ്ട്രോങ് വുമൺ എന്ന് കാണിക്കുമ്പോൾ തന്നെ അതിനെ തരണം ചെയ്ത് എങ്ങനെ വരുന്നു എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഈ കിൽബിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായിട്ട് ഒരു ആക്ഷൻ ഓറിയൻറ്റഡ്, ഇപ്പോൾ മാർക്കോ പോലുള്ളൊരു സിനിമയിൽ മാർക്കോയുടെ കഥാപാത്രത്തിന് പകരം നമുക്കൊരു സ്ത്രീയാണെങ്കിലും ചിന്തിക്കാൻ പറ്റുമല്ലോ എന്ന് മലയാളത്തിൽ ആരും എക്സ്പ്ലോർ ചെയ്യാനോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. ഒരു ക്രൈം ത്രില്ലർ തന്നെ എഴുതുന്ന ഒരാളെന്ന രീതിയിൽ തോന്നിയിട്ടില്ലേ അങ്ങനെ സ്ത്രീകളെ എന്തുകൊണ്ട് ഇത്തരം റോളുകളിൽ പ്ലേസ് ചെയ്യുന്നില്ല? അതെനിക്ക് നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു സിനിമ കാണാനുള്ള ഡിസിഷൻ ഒരു ഫാമിലിയിൽ മിക്കവാറും ആണുങ്ങളായിരിക്കും എടുക്കുക. ഒരു പെണ്ണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കൊരു സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ പെണ്ണിന് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. പിള്ളേരുടെ കാര്യം, ഫാമിലിയുടെ കാര്യം, അല്ലെങ്കിൽ ഇൻലോസിൻ്റെ കാര്യം, ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അവൾ തന്നെ ഡിസിഷൻ എടുത്തൊരു സിനിമ കാണാൻ പോകുന്ന എത്ര ഫാമിലിയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ആണുങ്ങളുടെയാണ്. അപ്പം ആണുങ്ങൾ എപ്പോഴും മെയിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഹീറോ ഓറിയൻറ്റഡ് സിനിമ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് പ്രൊഡ്യൂസേഴ്സിനും അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ കാണാനായിട്ട് നല്ലൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ വന്നു കഴിഞ്ഞാൽ എത്ര പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ. അപ്പം ഫസ്റ്റ് ഡേയിൽ സീറ്റ് ഫില്ലായിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് ഒരു വെള്ളിയാഴ്ച എല്ലാ ഷോയും ഹൗസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ശനിയാഴ്ച ക്യാരി ഓവർ ആയിട്ട് ഒക്കെ അങ്ങനെ പോകത്തേയുള്ളൂ. അപ്പം ഒരു സൺഡേ കൊണ്ട് പടം ഇടിഞ്ഞു പോകും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആളുകൾക്ക് ഒരു സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് പ്രേക്ഷകർ ആ സിനിമയായിട്ട് കണക്റ്റ് ആകുമ്പോഴാണല്ലോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടേക്ക് ഓഫ് പോലുള്ള ഒരു സിനിമ പാർവതിയുടെ സ്ട്രഗിളായിട്ട് കണക്ട് ചെയ്യാൻ ഒരുപാട് സ്ത്രീകൾക്ക് സാധിക്കും. ഉള്ളൊഴുക്ക് പോലുള്ളൊരു സിനിമ ഒരുപാട് പേർക്ക് അതിലെ പാർവതിയായിട്ടും ഉർവശിയായിട്ടും ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ കിൽബില്ല് പോലെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയിൽ ഒരു സ്ത്രീ വരുമ്പോൾ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. മേ ബി അതാണെന്ന് തോന്നി. അല്ല, അത് സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും കൊണ്ട് ശരിയാക്കുന്ന കാര്യമുള്ളൂ. ആളുകൾ കണക്ട് ആവുന്ന അത് ഡയറക്ടറുടെ മിടുക്കാണ്. അയാൾ എങ്ങനെ ആ ഷോട്ട്സ് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇമോഷൻ ഇമ്പാർട്ട് ചെയ്യുന്നു അനുസരിച്ചാണ്. അതെനിക്ക് ബുദ്ധിമുട്ടാണ്. പോസിബിലിറ്റി ഉണ്ട് സ്ത്രീകൾക്ക്, എപ്പോഴും പോസിബിൾ ഉണ്ട്, ഞാൻ പറ്റില്ല. പക്ഷേ പ്രശ്നം ഇതാണ്, നമ്മുടെ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ എത്ര പേര് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമ പോയി കാണും എന്നുള്ളതാണ് ചോദ്യം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് ഇറങ്ങാൻ. പക്ഷെ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയൊരു കിൽബില്ല് പോലത്തെ അതന്നെ അതൊന്ന് ഹിറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ട്രെൻഡിന് പുറകെ പോകാൻ കുറെ ആളുകൾ വരുമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആക്ട്രസസിനോട് ഭയങ്കര പുച്ഛമല്ല, ഹീറോസിനോട് അങ്ങനെയല്ല. അതെ, ആക്ട്രസസ് എന്ത് കാണിച്ചാലും ഒരു പുച്ഛത്തോടു കൂടിയാണ് ആൾക്കാർ കാണുന്നത്. അത് ഇംഗ്ലീഷ് പറഞ്ഞ പുച്ഛം, ആർക്കും ഇഷ്ടമില്ല. പെണ്ണുങ്ങൾ ഉയർന്നു വരുന്നത് ഇഷ്ടമില്ലാത്തതിന്റെ ആയിരിക്കാം.